നമസ്കാരം. രാഹുൽ ഗാന്ധിയെ ഞെട്ടിച്ച് വയനാട്ടിൽ കെ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു ഹിന്ദു ക്രിസ്ത്യൻ ധ്രുവീകരണം ഉണ്ടാകുന്നു. പ്രചാരണ രംഗത്ത് ലീഗിൻ്റെ അപ്രമാദിത്യം രാഹുലിന് തലവേദനയാകുകയും ചെയ്യും. 2019 പ്രധാനമന്ത്രിയാകുമെന്ന പ്രചാരണവുമായി വയനാട്ടിലെത്തിയ രാഹുൽ ഗാന്ധിയെ രണ്ട് കൈ നീട്ടിയായിരുന്നു വയനാടൻ ജനത അന്ന് സ്വീകരിച്ചത്. എന്നാൽ 5 വർഷത്തിനിപ്പുറം മറ്റൊരു പൊതു തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സംഗതി ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. അതായത് UDFിൻ്റെ പരമ്പരാഗത വോട്ട് ബാങ്കായിട്ടുള്ള മുസ്ലിം വിഭാഗം രാഹുൽ ഗാന്ധിക്കൊപ്പം ഉറച്ചു നിൽക്കുമ്പോൾ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രന് അനുകൂലമായി ധ്രുവീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിരീക്ഷണം. വയനാട്ടിലെ ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് കെ സുരേന്ദ്രൻ കൂടുതലായും പ്രവർത്തിക്കുന്നത്. മാനന്തവാടി ബിഷപ്പ് വയനാടിനെ അറിയുന്നവരാകണം വയനാട്ടിലെ ജനപ്രതിനിധിയാകേണ്ടത് എന്ന് പറഞ്ഞത് എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം നിന്ന ക്രൈസ്തവ വോട്ടുകൾ അകലുന്നതിൻ്റെ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അതിനെ വിലയിരുത്തുന്നത്. കോൺഗ്രസിന് ചോദ്യാവലി നൽകിയും ക്രൈസ്തവ നേതൃത്വം അപ്രീതി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. വയനാട്ടിലെ പ്രചാരണത്തിൽ ലീഗിൻ്റെ മേൽക്കോയ്മയിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കളും അസംതൃപ്തരാണ് എന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കഴിഞ്ഞ തവണ കൈമെയ് മറന്ന് പ്രവർത്തിച്ച പല കോൺഗ്രസ്സുകാരെയും ഇത്തവണ ഗ്രൗണ്ടിൽ തന്നെ കാണുവാനില്ല. എന്നാൽ ലീഗുകാരാണ് UDFിൻ്റെ പ്രചരണം നിയന്ത്രിക്കുന്നത്. തിരുവമ്പാടിയിലാണെങ്കിൽ നേരത്തെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത പ്രകടവുമായിരുന്നു. കെ സുരേന്ദ്രൻ്റെ ഗണപതി വട്ടം പരാമർശത്തോടെ ബത്തേരിയിൽ ചെട്ടി സമുദായാംഗങ്ങളുടെ ഇടയിലും മറ്റു ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുമൊക്കെ ഒരു ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഒരു വിലയിരുത്തൽ. ഹിന്ദു വോട്ടുകൾ നഷ്ടമാവുമെന്ന ഭയത്തിലാണ് CPM ഗണപതി വട്ടം ചർച്ച ഒഴിവാക്കിയത് എന്നുള്ള ഒരു നിരീക്ഷണം കൂടിയുണ്ട്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലായിട്ട് പോലും കൃത്യമായി നിലപാട് പറഞ്ഞ കെ സുരേന്ദ്രൻ ബത്തേരിയിലെ ലീഗ് വിരുദ്ധ വോട്ടുകളിലാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ബത്തേരിയിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച കൗൺസിലർ ജോസ് ഉൾപ്പെടെയുള്ള 5ഓളം നേതാക്കൾ സുരേന്ദ്രൻ്റെ ധീരതയെ വാഴ്ത്തിയാണ് BJPയിൽ അംഗത്വമെടുത്തത്. ഇനി DCC ജനറൽ സെക്രട്ടറി PM സുധാകരനും പ്രവർത്തകരും BJPയിൽ ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞു. പൂതാടി മേഖലയിൽ ശക്തമായിട്ടുള്ള ജനസ്വാധീനമുള്ള പ്രാദേശിക നേതാവാണ് ഈ സുധാകരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി. വയനാട് MP രാഹുൽ ഗാന്ധിയെ DCC ജനറൽ സെക്രട്ടറിയായ തനിക്ക് പോലും കാണാൻ അവസരം കിട്ടാത്തപ്പോൾ നാട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വയനാട്ടിൽ നിലനിൽക്കുന്നു. അമേഠിയിൽ മത്സരിക്കില്ലെന്ന് വയനാട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കുവാൻ രാഹുൽ ഗാന്ധി തയ്യാറുണ്ടോ എന്നും സുധാകരൻ ചോദിക്കുകയാണ്. സുധാകരൻ വയനാട്ടുകാരുടെ പ്രതീകമാണ് അങ്ങനെയാണ് കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇനിയും വയനാട്ടിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. 1990 മുതൽ 2000 വരെയുള്ള വയനാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി പരിചയമുള്ള കെ സുരേന്ദ്രൻ ആദിവാസി സംഘത്തിലും വനവാസി വികാസ് ആശ്രമത്തിലും പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആദിവാസി മേഖലകളിൽ സുരേന്ദ്രന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ദൃശ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. RSSൻ്റെ ശക്തമായ അടിത്തറ ഈ മേഖലകളിൽ BJPക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വനം വന്യജീവി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ സുരേന്ദ്രന് വോട്ട് ചെയ്യാമെന്നാണ് വയനാട്ടിലെ മതമേലധ്യക്ഷന്മാരുടെ നിലപാട്. പ്രധാനമന്ത്രി പുറത്തിറക്കിയ BJPയുടെ ദേശീയ മാനിഫെസ്റ്റോയിൽ വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള മനുഷ്യ വന്യമൃഗ സംഘർഷം അത് ഉൾപ്പെടുത്തുവാൻ സാധിച്ചു എന്നത് സുരേന്ദ്രന് നേട്ടമാവുകയും ചെയ്യും. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് അത് നടപ്പിലാക്കുമെന്ന കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ നടപ്പിലായാൽ വയനാട്ടിൽ നിന്ന് മുഴുവൻ പേരും കുടിയിറങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ക്രൈസ്തവ നേതൃത്വത്തിൻ്റെ തന്നെ ആരോപണം. കോൺഗ്രസിനെതിരെ കർഷകരും ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ്, യാത്രാ ദുരിതം, റെയിൽപാത തുടങ്ങി വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ BJP പ്രതിനിധി ജയിക്കണമെന്ന വികാരം വയനാട്ടിൽ ശക്തമാവുകയാണ്. എന്നാൽ സ്മൃതി ഇറാനിയും JP നദ്ദയും നടത്തിയ റോഡ് ഷോകൾ മുസ്ലിം ധ്രുവീകരണത്തിന് കാരണമാവുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പുള്ളത്. ഇനി അസാം മുഖ്യമന്ത്രിയായുള്ള ഹിമന്ത് ബിശ്വ ശർമ്മയും അണ്ണാമലയും ഒക്കെ കൂടി വരുന്നതോടുകൂടി ഇവിടം വളരെ ശക്തമായിട്ട് പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാലാകാലങ്ങളായി തങ്ങളെ പിന്തുണച്ചു വരുന്ന ഈഴവ തീയ്യ വോട്ടുകളിൽ സുരേന്ദ്രൻ വിള്ളലുണ്ടാക്കുമെന്നും മുസ്ലിം വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് പോകുമെന്നുമുള്ള ഭയത്തിലാണ് അതേസമയം ഇടതുപക്ഷം. എന്തായാലും വയനാട്ടിലെ രാഷ്ട്രീയ മത്സരം ഇപ്പോൾ രാഹുൽ ഗാന്ധി കെ സുരേന്ദ്രൻ എന്നായിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ ചിത്രം. ആനിരാജ ചിത്രത്തിലേയില്ല. CPIയുടെ ദേശീയ നേതാവായിട്ടുള്ള ആനിരാജയാണല്ലോ ഇവിടുത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. ശക്തമായ പ്രചരണവുമായി ഇടതുപക്ഷം രംഗത്തുണ്ടെങ്കിലും അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയും കെ സുരേന്ദ്രനും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റിനാണ് വയനാട് വേദിയാകുന്നത്. ഹിന്ദു ക്രൈസ്തവ ധ്രുവീകരണം സംഭവിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യം സ്വാഗ. തിരികെ അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് ചുരമിറങ്ങുകയും ചെയ്യാം.